നീ ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അല്ലേപ്പം പ്രാന്തില്ലാത്ത പോലെ. നോക്കണ്ട എൻ്റെ ഋഷി, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ഹേർട്ട് ആവേ ഉള്ളൂ. മാത്രമല്ല ഞാൻ നിന്റെ കൂടെ നടന്നാൽ നീ പിന്നെ റോങ് ആവേ ഉള്ളൂ. എനിക്കിനി പറ്റില്ല. യെസ്, വി വേർ ഇൻ എ റിലേഷൻഷിപ്പ് ഫോർ 2 years. പക്ഷെ അതെനിക്കെന്നെ റൂൾ ചെയ്യാനുള്ള ലൈസൻസ് അല്ല ഋഷി. ലിറ്ററലി ഈ ടോക്സിക് റിലേഷൻഷിപ്പ് കൊണ്ട് എനിക്ക് മടുത്തു. ഐ നോ ടഫാണ്, പക്ഷെ എനിക്ക് ഡിസിഷൻ എടുത്തേ പറ്റൂ ഋഷി. ജസ്റ്റ് ലീവ്. That's in the air and effortlessly clears the fence. Just a wristy flick from where he was. It went flat and it went the distance. It's bowled out. Inside edge, back onto the stumps. He can't believe it, Taylor. So after hitting a 6, Akshar Patel gets his man. Oh, good strike. Very good strike for 6. Nice clean follow through. He said he was looking. ഡാ, നീ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയേ. ഞാൻ രാവിലെ മുതൽ ഫോണ് കൈ പിടിച്ചിരിപ്പാ. നീ കാര്യങ്ങൾ അറിയാതെ ഇന്നലെ സംസാരിച്ച്. നീ ഇന്നലെ കുടിച്ചിരുന്നോ? ഡീ, നീ കൂടുതൽ ഷോ എന്ന് ഓർക്കല്ലേ. നീ ഇന്നലെ മറ്റവൻ്റെ കൂടെ കാറിൽ പോയതൊക്കെ എന്തിനാന്ന് എനിക്കറിയാം. ഞാനെല്ലാം അറിഞ്ഞടി. ഇനി മേലാൽ എന്നെ വിളിച്ചേക്കരുത്. നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. ആദർശിൻ്റെ ചേച്ചി കാറിലുണ്ടായിരുന്നു. ചേച്ചി എന്നെ വിളിച്ചത് കൊണ്ടാണ് ഞാൻ കയറിയത്. അവന് നീ ഉടക്കാണെന്ന് എനിക്കറിയോ? അച്ചോടാ, നീ പറയുന്നൊക്കെ ഞാനങ്ങ് വിഴുങ്ങാം. നീ എന്നെ എന്ത് വേണേലും വിളിച്ചോ. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. ഞാൻ നിന്നെ ചീറ്റ് ചെയ്തിട്ടില്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഋഷി, പ്ലീസ്. ലെറ്റ്സ് സ്റ്റോപ്പ് ദിസ് ബിച്ച്. ജസ്റ്റ് ലീവ്. എന്തായി, പാർട്ടി സെറ്റ് ചെയ്യട്ടെ? നീ ചേച്ചിയോടൊരു താങ്ക്സ് പറഞ്ഞേക്ക്. എനിക്ക് വയ്യ മോനെ. ഒഴുക്കി പവർ വരട്ടെ. ട്രാക്ക് മാറ്റ്.
Slip in play. He actually brought up the man, but actually he's going to get the maximum again, all the way. Amit Singh. USA. എന്താ ഋഷി, ബ്രേക്കപ്പായ ഈ ടൈപ്പ് പാട്ടല്ലേ കേൾക്കണ്ടേ? നീ മരിച്ചില്ലേ? അതെ. എന്താ, മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിന്നെ കാണാൻ വരാൻ പാടില്ലേ? എന്നാലും ഞാൻ മരിച്ചു കിടന്നപ്പോൾ നീ എന്നൊന്ന് കാണാൻ പോലും വന്നില്ലല്ലോ. ഓ സോറി, എന്നെ ജീവനില്ലാത്ത നിലയിൽ കാണാൻ പറ്റാത്തുണ്ടാവുമല്ലേ. ഇറ്റ്സ് ഓക്കെ. ഇതൊക്കെ നീ പ്രേമിച്ച പെൺകുട്ടികളുടെ പേരാണോ? ഞാനടക്കം 14 പേരുണ്ടല്ലോ. ഒരു സീരിയൽ കില്ലർ സെറ്റപ്പ് ആണല്ലോ. ഇവരൊക്കെ ഇപ്പം ജീവനോടെ ഉണ്ടോ? ദക്ഷ, ഞാനിതിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നിന്നെയാ. നിന്നെ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നോടുള്ള വെറുപ്പുണ്ടല്ലേ നീ മറ്റുള്ളവരെയൊക്കെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? താൻ നമ്മുടെ റിലേഷൻ അവസാനിപ്പിക്കാൻ പറഞ്ഞപ്പോൾ കൊളാപ്സ് ആയതാ ഞാൻ. അതാ ഞാനിങ്ങനെയൊക്കെ. തൻ്റെ മരണശേഷം ഞാൻ കുറച്ചു നേരം ഡിപ്രസ്ഡ് ആയിരുന്നു. കുറച്ചു കാലം. എന്നിട്ട് ഡിപ്രഷൻ മാറിയോ? ദേഷ്യം വരുമ്പം കിട്ടുന്ന സാധനങ്ങളെല്ലാം എറിഞ്ഞു പൊട്ടിക്കുക, ദേഹത്ത് കുത്തി മുറിവുണ്ടാക്കുക, ഇതൊക്കെ ഇപ്പോഴും ചെയ്യാറുണ്ടോ? ഗേൾസ് കരയുന്ന കാണുമ്പം നിനക്ക് നല്ല കിക്ക് കിട്ടാറുണ്ടല്ലേ? ഞാൻ കാരണല്ലേ നീ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാൻ തുടങ്ങിയത്? അത്രത്തോളം സ്നേഹിച്ചിട്ടും ഒരു പെണ്ണ് നിന്നോട് നോ പറയണമെങ്കിൽ അതിനതിൻ്റേതായ റീസൺ ഉണ്ടെന്ന് നീ മനസ്സിലാക്കിയില്ല. എന്നെ കൊന്നു കളഞ്ഞിട്ട് സുഖമായി ജീവിക്കാൻ കരുതിയോടെ നാരി. സോറി. നിന്നോട് പ്രതികാരം ചെയ്യാൻ വന്ന സോക്കോൾ യക്ഷിയൊന്നുമല്ല ഞാൻ. നിന്റെ കണ്ണിൽ മരിക്കാൻ പോകുന്നതിൻ്റെ ഭയം ഞാൻ കാണുന്നുണ്ട്. അതൊരിക്കലെങ്കിലും അനുഭവിക്കുന്നത് നല്ലതാ. ഞാൻ പോവുക ഋഷി. ഇനി ഇങ്ങനെ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
എന്താടാ പുതിയ പെണ്ണ് സെറ്റായ? ഡാ നീ എവിടാ? എന്താടാ? എടാ അവിടെ നിന്നൊന്നും മാറി നിൽക്കടാ. ഡാ ഇവിടെ ദക്ഷ വന്നിരുന്നു. അവളല്ലേ ആക്സിഡന്റില്? ഡാ ദക്ഷയുടെ ആത്മാവ് ഇവിടെ വന്നു. നീ അടിച്ച സാധനത്തിന്റെ പേര് പറടാ, എനിക്ക് അത് മതി. അപരാധം പറയലടാ ആദർശം നാറി. ഡാ നീ സീരിയസ് ആണോ? അവള് മരിച്ചതല്ലേ? എടാ നെഞ്ചെടുപ്പ് നിൽക്കുന്നില്ലടാ. നീ നമ്മുടെ കൂടെ പഠിച്ച ആരെങ്കിലും ഒന്ന് വിളിക്ക്. ദക്ഷയെപ്പറ്റി ഒന്ന് അന്വേഷിക്കേ. ഡാ അവൾക്ക് മനസ്സിലായ ആക്സിഡന്റ് പിന്നിൽ നീയാണെന്നുള്ളത്? എടാ അവൾക്ക് എല്ലാം അറിയാം. നീ ഒന്ന് പെട്ടെന്ന് ആരെങ്കിലും വിളിച്ച് അന്വേഷിക്കേ. ഹായ് മാളവിക, ഞാൻ ആദർശാണ്. പറയൂ ആദർശ്, മനസ്സിലായി. ഞാൻ കരുതി സെൻഡ് ഓഫ് കഴിഞ്ഞപ്പോൾ എൻ്റെ നമ്പറൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കാണുമെന്ന്. നിന്റെ നമ്പർ ഡിലീറ്റ് ആകാൻ വിട്ടുപോയി. നീ കാര്യം പറ. എടി അതെ, നമ്മളെ +2 പഠിച്ച ദക്ഷയെ ഓർമ്മയില്ലേ? ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയത്. ആ നീ അറിഞ്ഞില്ലേ? ആദ്യം അവൾ മരിച്ചെന്നൊക്കെയായിരുന്നു സ്കൂളിൽ സ്പ്രെഡായത്. ആക്ച്വലി അവൾ ട്വിൻസാ. അവളുടെ സിസ്റ്റർ ദീക്ഷയാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, നീ അത് കണ്ടില്ലേ? ഓക്കെ ഡി, ഞാൻ വിളിക്കാം. എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ? ഹലോ, കട്ടായ. എന്തായി? എടാ ആക്സിഡന്റിൽ മരിച്ചത് ദക്ഷയല്ല, ദീക്ഷയാണ്. അവർ ട്വിൻസാ. കുറെ നാൾ ഒലിപ്പിച്ച് നടന്നിട്ട് നിനക്കിതൊന്നും അറിയില്ലായിരുന്നോ? പ്രേമം തലക്ക് പിടിച്ച പലതും മിസ്സാവും. അത് സാരില്ല. ഓഹോ, അപ്പോൾ ഇവിടെ വന്ന് എന്നെ ഉണ്ണാക്കാനാക്കിയിട്ട് പോയത് അവളുടെ ആത്മാവല്ലല്ലേ? അവള് ദീക്ഷ മരിച്ചതിന്റെ റിവെഞ്ച് എടുക്കാൻ വന്നതായിരിക്കുമോ? ഓക്കേടാ, ഞാൻ വിളിച്ചേക്കാം. എന്തിനാ മാളു കൂടെ കൂടെ വിളിക്കണേ? ഡാ, നീ എന്തിനാ ദക്ഷയെ പറ്റി ചോദിച്ചത്? ചുമ്മാ ചോദിച്ചാണപ്പാ. നീ കാര്യം പറ. താൻ സിംഗിളാണാ? അല്ല, ഡബിളാ. 2 കുട്ടികളുണ്ട്. ഒന്നിനെ നിനക്ക് വേണോ? സോ ഫാസ്റ്റ്. ഞാൻ അറിഞ്ഞില്ല, കല്യാണം കഴിഞ്ഞല്ലേ? ഡാ, അന്നത്തെ ആക്സിഡന്റിന് ശേഷം ദക്ഷ കോമയിലാ. ഇനി എഴുന്നേക്കില്ലെന്നാ അറിഞ്ഞേ. എടാ എന്തോ കുഴപ്പമുണ്ട്. അവിടെ വന്നത് ദക്ഷയല്ല, അവൾ കോമയിൽ കിടക്കുക. ഇനി അവൾ എണീക്കില്ല. നീ അവിടുന്ന് വേഗം സ്കൂട്ടായിക്കോ.
ചില്ലിന്നതിന് പകരം എന്താ ദച്ചൂസ്? കരച്ചിലാണല്ലോ. നെഞ്ച് കരിങ്കല്ല് വെച്ച ഫീലാ. അവനെങ്ങാനും പോയി സൂയിസൈഡ് ചെയ്താലോ എന്നെ പേടി. നീ ഇത് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിലേ അവനെ ഞാൻ കൊന്നേനെ.